Hi all, welcome to TOS Academy. ഈ വരാനിരിക്കുന്ന സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എല്ലാവർക്കും നല്ലപോലെ അറിയാം. ടോസ് അക്കാഡമിയുടെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ഈ വരാനിരിക്കുന്ന സെറ്റ് എക്സാമിന് നെസസിറ്റിയെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുമുണ്ട്. ആസ് വി ഓൾ നോ, കേരള PSCയുടെ HSST എക്സാം 2026 ഉണ്ടാകും. ആൻഡ് HSST എക്സാം അറ്റൻഡ് ചെയ്യണമെന്നാണെങ്കിൽ സെറ്റ് ക്വാളിഫൈഡ് ആയിരിക്കണം. അടുത്ത HSST എക്സാം എന്നാകും എങ്ങനെയാകും എന്നൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ദിസ് സെറ്റ് എക്സാം തന്നെ ക്വാളിഫൈ ചെയ്യുക. ഓർ ഒരു ചാൻസും കൂടെ കിട്ടും, അതായത് ജാനുവരി സെഷൻ സെറ്റ് എക്സാമും കൂടെ അവൈലബിൾ ആയിരിക്കും. ആ എക്സാം എങ്കിലും ക്രാക്ക് ചെയ്യുക. സോ വർക്ക് ഹാർഡ് ടു ക്വാളിഫൈ ദ എക്സാംസ്. സെറ്റ് ആയാലും HSST ആയാലും. ഒരുപാട് സെറ്റ് ആൻഡ് HSST വിന്നേഴ്സിനെ ഡെവലപ്പ് ചെയ്ത നിങ്ങളുടെ ടോസ് അക്കാഡമിയിൽ നെക്സ്റ്റ് സെറ്റ് ബാച്ച് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ലോങ് ടേം HSST കോച്ചിങ് ഓൾസോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കോച്ചിങ് ഡീറ്റെയിൽസിനായി ടോസ് അക്കാഡമിയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇന്ന് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒരു റാപ്പിഡ് മെഗാ റിവിഷൻ ആണ്. അതായത് വേഗം ഓടിച്ച് പഠിക്കാനായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഏരിയയും അതുപോലെ തന്നെ ആ ഏരിയാസിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 1നെ കുറിച്ചാണ്. യൂണിറ്റ് 1 ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 1. ഇവിടെ എക്സ്പെക്റ്റഡ് ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ക്യാരക്ടേഴ്സ്. ഈച്ച് ക്ലാസ് എല്ലാ ഗ്രൂപ്പിന്റെയും ആൽഗെ, ഫഞ്ചൈ, ലൈക്കൻ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേംസിന്റെ ഒക്കെ എല്ലാ ക്ലാസ്സുകളുടെയും ജനറൽ ക്യാരക്ടേഴ്സ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ജീനസ് നെയിം ആൻഡ് കോമൺ നെയിം എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ആണ് ജീനസ് നെയിം ആൻഡ് കോമൺ നെയിം. നമ്മളുടെ ടോസ് അക്കാഡമിയുടെ എല്ലാ റിവിഷൻ വീഡിയോസിലും അതുപോലെ തന്നെ നമ്മുടെ പബ്ലിക് വീഡിയോസിലും ഒക്കെ പറയുന്നതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ജീനസ് നെയിം ആൻഡ് കോമൺ നെയിം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ജീനസ് ക്യാരക്ടേഴ്സ് നമ്മൾ MSCക്കും അതുപോലെ BSCക്കും ഒക്കെ പഠിച്ച ഓരോ എക്സാമ്പിൾസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ആൽഗെ എടുത്തു കഴിഞ്ഞാൽ ക്ലാഡോഫോറ, ഇഡോഗോണിയം, ഓസിലറ്റോറിയ, അതുപോലെ ഫഞ്ചയിലാണെങ്കിൽ റൈസോപ്പസ്, പിന്നെ ഗാരിക്കസ്. അങ്ങനെ ഓരോ ഗ്രൂപ്പിലും നമുക്ക് ബ്രയോഫൈറ്റ് ആണെങ്കിൽ റിക്സിയ, മാർക്കാൻഷ്യ, ആന്തോസെറോസ്, യുണേറിയ, അങ്ങനെ ഓരോ ഗ്രൂപ്പിലും വരുന്ന ഇമ്പോർട്ടൻറ്റ് ജീനസുകളുടെ ക്യാരക്ടേഴ്സ് നോട്ട് ചെയ്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും. ബാക്ടീരിയൽ റീപ്രൊഡക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ വൈറൽ ക്ലാസിഫിക്കേഷൻ. വൈറൽ ക്ലാസിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബാൽട്ടിമോർ ക്ലാസിഫിക്കേഷൻ ഇല്ലേ, ജീനോം സ്ട്രക്ചർ ഓഫ് വൈറസ്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് എല്ലാവരുടെയും ആൽഗെ, ഫഞ്ചൈ, ലൈക്കൻ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്, ജിംനോസ്പേം ആൻഡ് ബാക്ടീരിയ ഇസ് ഇമ്പോർട്ടന്റ്. അപ്പം നമ്മുടെ ജനറൽ ക്യാരക്ടറിനോട് കൂടെ നമ്മുടെ ജീനസ് ക്യാരക്ടേഴ്സിന്റെ കൂടെ എക്കണോമിക് ഇമ്പോർട്ടൻസും പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടന്റ് ഏരിയാസിൽ നിന്നും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ജീനസ് നെയിം ആൻഡ് കോമൺ നെയിം എന്ന കാറ്റഗറിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് among the following pair of fungi are correctly matched? First one is earth star, that is Astreus, poroid fungi, polyporus, artist bracket, that is Ganoderma. അപ്പൊ ഏതാണ് കറക്റ്റ്ലി മാച്ച് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തത് എർത്ത് സ്റ്റാർ ആസ്ട്രിയസ് ആണ്, അത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. ആൻഡ് ആസ്ട്രിയസ് ഇസ് ഓൾസോ നോൺ ആസ് ജിയാസ്ട്രം. അടുത്തത് പോറോയിഡ് ഫഞ്ചൈ പോളിപ്പോറസ്, ദാറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. ആർട്ടിസ്റ്റ് ബ്രാക്കറ്റ് ഗാനോഡർമയാണ്, ഓർ ബ്രാക്കറ്റ് ഫഞ്ചൈ എന്നും പറയും. ഇവിടെ മൂന്നും കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ ഡിയിൽ 1, 2, 3 ആർ കറക്റ്റ്. അപ്പം ഡി ആണ് കറക്റ്റ് ഓപ്ഷൻ. അടുത്തത്, വിച്ച് among the following is known as മന്ന ലൈക്കൻ? ലെക്കനോറ എസ്ക്യുലൻറ്റ, പെൽറ്റിഗ്ര കാനീന, അതുപോലെ സെർട്ടേറിയ ഐലന്റിക്ക ആൻഡ് ക്ലാഡോണിയ സിൽവാറ്റിക്ക. അപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ലെക്കനോറ എസ്കുലൻറ്റ ആണ്, ദാറ്റ് ഇസ് നോൺ ആസ് മന്ന ലൈക്കൻ. അതുപോലെ പെൽറ്റിഗ്ര കനീന എന്ന് പറയുന്നത് ഡോഗ് ലൈക്കൻ ആണ്. നെക്സ്റ്റ് തിങ് ഇസ് സെട്രേറിയ ഐലന്റിക്ക, അതിനെ ഐസ്ലൻഡ് മോസ് എന്നാണ് പറയുന്നത്. ക്ലാഡോണിയ സിൽവറ്റിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാഡോണിയ വീനോ, ദാറ്റ് ഇസ് റെയിൻഡിയർ മോസ്. റെയിൻഡിയർ മോസ് ഓർ റെയിൻഡിയർ ലൈക്കൻ, വാട്ട് എവർ ഇറ്റ് ഇസ്. അപ്പോൾ നമുക്ക് ഇവിടത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലെക്കനോറ എസ്കുലൻറ്റ ആണ്, ഓപ്ഷൻ എ. അടുത്തത്, ഡാഷ് ഇസ് റെഫേർഡ് ടു ആസ് പഫ് ബോൾ. സ്ഥിരമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്.
പഫ് ബോൾ എന്ന് പറയുന്നത് ഏത് ഫഞ്ചൈനെയാണ്? ക്ലാവിസെപ്സ്, യുസ്റ്റിലാഗോ, മോർച്ചെല്ല ആൻഡ് ലൈക്കോപെറിഡോൺ. ഇവിടെ നമുക്കറിയാം ലൈക്കോപെറിഡോണിനെയാണ് നമ്മുടെ പഫ് ബോൾ എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്കണോമിക് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ജീനസ് ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കേസിൽ ഗർ ഓഫ് കൊമേഴ്സ് ഇസ് ഒബ്റ്റെയിൻഡ് ഫ്രം സർഗാസം, ലാമിനാരിയ, ഡയാറ്റം ആൻഡ് ഫ്യൂക്കസ്. അപ്പോ കേസിൽ ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഇസ് ഡയാറ്റമീഷ്യസ് എർത്ത്. ഡയാറ്റമീഷ്യസ് എർത്തിനെയാണ് കേസിൽ ഗർ എന്ന് പറയുന്നത്. സോ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ഏതാന്ന് വെച്ചാൽ ഇറ്റ്സ് ഒബ്വിയസ്ലി ഓപ്ഷൻ സി, ഡയാറ്റം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് among the following lichen is or are used as a source of food? ഫുഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ലൈക്കൻ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഐസ്ലൻഡ് മോസ്, ദാറ്റ് ഇസ് സെട്രേറിയ ഐലൻഡിക്ക, വില്ല ബ്രയോറിയ ഫ്രിമോണ്ടി, പിന്നെ റോക്ക് ട്രൈബ് അംബ്ലിക്കേറിയ എസ്ക്യുലൻറ്റ. 3 ലൈക്കൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തത് ഐസ്ലൻഡ് മോസ് ആണ്. ഐസ്ലൻഡ് മോസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഐസ്ലൻഡിലും അതുപോലെ തന്നെ നോർത്തേൺ യൂറോപ്പിലും ഒക്കെ ബേസിക്കലി ഫുഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബ്രെഡ് പ്രിപ്പറേഷനും സൂപ്പും ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഈ ഐസ്ലൻഡ് മോസിനെ യൂസ് ചെയ്യാറുണ്ട്. അടുത്തത് വില്ലയാണ്. അത് സർട്ടൻ അമേരിക്കൻ ട്രൈബ്സ് യൂസ് ചെയ്യുന്ന ഒരു ലൈക്കൻ ആണ്. റോക്ക് ട്രൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഏഷ്യൻ കൺട്രീസ് ആയ ചൈന, ജപ്പാൻ, കൊറിയയിലൊക്കെ പല സൂപ്സും സാലഡും ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾ ദ 3 ആർ യൂസ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ്. അപ്പൊ സോഴ്സ് ഓഫ് ഫുഡ് ഏതാന്ന് വെച്ചാൽ 3 പേരും ഉണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1, 2 ആൻഡ് 3. അടുത്തത്, പിക്നോസൈലിക് വുഡ് is seen in പൈനസ്, സൈക്കസ്, സാമിയ ആൻഡ് മാക്രോസാമിയ. പിക്നോസൈലിക് വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ കോമ്പാക്ട് കൈൻഡ് ഓഫ് വുഡ്. കോമ്പാക്ട് വുഡ് ആണ്. അതുപോലെ തന്നെ നാരോ മെഡുലറി റീസ് ആയിരിക്കും നമ്മുടെ പിക്നോസൈലിക് വുഡിന് ഉണ്ടാവുന്നത്. വിത്ത് അബണ്ടന്റ് സൈലം, ധാരാളമായിട്ട് സൈലോം പ്രസന്റ് ആയിരിക്കും. കോമൺ ആയിട്ടും പിക്നോസൈലിക് വുഡ് കാണുന്നത് നമ്മുടെ പൈനസിലാണ്. പൈനസിലാണ് പിക്നോസൈലിക് വുഡ് പ്രസന്റ് ആയിട്ടുള്ളത്. അടുത്തത് മാനോസൈലിക് വുഡ് ആണ്. മാനോസൈലിക് വുഡ് എന്ന് പറയാൻ നേരത്ത് ലൂസ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു വുഡ് ആയിരിക്കും. അതുപോലെ ഈ വുഡിൽ ലൂസ്ലി അറേഞ്ച്ഡ് മെഡുലറി റേസും ആൻഡ് പാരൻകൈമ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഈ സൈലം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലും പാരൻകൈമ കൈൻഡ് ഓഫ് ടിഷ്യൂസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഇസ് വിത്ത് വെൽ ഡെവലപ്ഡ് പിത്ത്. പിത്ത് കുറച്ച് കോമൺ ആയിട്ടായിരിക്കും നമ്മുടെ മാനോസൈലിക് വുഡിൽ കാണുന്നത്. മാനോസൈലിക് വുഡിന്റെ എക്സാമ്പിൾ ആണ് സൈക്കസ്, സാമിയ ആൻഡ് മാക്രോസാമിയ. നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ, പിക്നോസൈലിക് വുഡ് സീൻ ഏത് ഗ്രൂപ്പിലാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് പൈനസ്, ഓപ്ഷൻ എ. അടുത്തത്, ലാമിനാരിയ ഇസ് പ്രസന്റ് ഇൻ ഏത് കാറ്റഗറിയിലാണ് ലാമിനാരിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് വരുന്നത്? ലാമിനാരിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലാമിനേറിയ എന്ന് പറയുന്ന ഒരു ആൽഗയാണ്. ആൻഡ് ദാറ്റ് ഇസ് എ ബ്രൗൺ ആൽഗെ, ഓപ്ഷൻ ഡി ഫിയോഫൈറ്റയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഒരു ജീനസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഇസ് ഫഞ്ചൈയിൽ വരുന്ന കുറച്ച് ജീനസുകളുടെ എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ഇസ് ഓർ ആർ ഇൻകറക്റ്റ്. ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളോ സെലക്ട് ചെയ്യുക. 3 distinct phases, that is haplophase, dikaryophase and diplophase occur in the life cycle of Puccinia. അപ്പൊ പക്സീനിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പക്സീനിയയിൽ എല്ലാ ഫേസുകളും, അതായത് ഹാപ്ലോഫേസ്, ഡിപ്ലോഫേസ്, അതുപോലെ ഡൈക്കാരിയോഫേസും ഒക്കർ ചെയ്യുന്നുണ്ട്. സോ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. അടുത്തത്, ഇൻ യുസ്റ്റിലാഗോ ഫസ്റ്റ് ഓഫ് ഓൾ സ്മട്ട് spores are produced which germinate to produce basidia and basidiospore. യുസ്റ്റിലാഗോയില് സ്മട്ട് സ്പോറുകൾ ജെർമിനേറ്റ് ചെയ്തതിന് ശേഷം ബെസിഡിയ ആകും. ബെസിഡിയയിൽ എന്താ ഉള്ളത്? ബെസിഡിയോസ്പോർസ് ഉണ്ട്. ആ ഒരു സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. അടുത്തത്, ഡിറ്റ്യൂറോമൈസീഡ്സ് reproduce by variety of asexual spores such as conidia, chlamydospore, arthrospore, oidia, etc. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഡിറ്റ്യൂറോമൈസീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഞ്ചൈ ഇൻപെർഫെക്റ്റൈ ആണ്. ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇതുവരെയായിട്ടും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. ഇൻസ്റ്റഡ് സെക്ഷൽ റീപ്രൊഡക്ഷനിലാണ് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നാണ് വിശ്വസിക്കുന്നത്. സോ ഡിറ്റ്യൂറോമൈസീഡ്സ്
റീപ്രൊഡ്യൂസ് asexually ത്രൂ Conidia, Chlamydospore, Arthrospore and Oidia. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. ഇനി അടുത്തത് ഓപ്ഷൻ 4, that is a saucer shaped sexual body composed of a group of small conidiophores bearing conidia arises from a somatic mass of hyphae is known as pycnidium. അതായത് ഒരു സോസർ ഷേപ്പിലെ സ്ട്രക്ചറിൽ എന്താ സംഭവിക്കുന്നത്? കൊനീഡിയോഫോർസ് ഉണ്ട്. ആ കൊനീഡിയോഫോർസിൽ കൊനീഡിയ ബിയറിംഗ് ആയിട്ടുള്ള ഹൈഫേ പ്രസന്റ് ആണ്. അങ്ങനെയുള്ള സ്ട്രക്ചറിനെയാണ് പിക്നീഡിയം എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പോ പിക്നീഡിയം എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സോസർ ഷേപ്ഡ് അല്ല, ഇറ്റ് ഇസ് എ ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ. ആൻഡ് സോസർ ഷേപ്ഡ് സ്ട്രക്ചറിനെ പറയുന്നത് സ്പോറോഡോച്ചിയം എന്നാണ്. വേറസ് പിക്നീഡിയം എന്ന് പറയുന്നത് ഫ്ലാസ്ക് ഷേപ്പ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഫോൾസ് ആണ്, ദാറ്റ് ഇസ് റോങ്. അപ്പൊ ഇൻകറക്റ്റ് ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഓപ്ഷൻ 4, ദാറ്റ് ഇസ് ഓൺലി 4 എന്ന് പറയുന്നത് ഡി, ഓപ്ഷൻ ഡി ഓൺലി 4 എന്ന് പറയുന്നതാണ് നമ്മുടെ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. അടുത്തതും നമ്മളുടെ യൂണിറ്റ് 1-ൽ നിന്ന് ക്വസ്റ്റ്യൻ ആണ്. ഇതും നമ്മുടെ ജീനസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദ ആൻസർ ഫോർ ദീസ് 2 ക്വസ്റ്റ്യൻസ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 2 ആണ്, ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ഫോം 2. ഇവിടെ നമുക്ക് എക്സ്പെക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് മോർഫോളജി ഇസ് ഒബ്വിയസ്ലി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ICBN റൂൾ, അതിൽ ടൈപ്പിഫിക്കേഷൻ ആണ് സ്ഥിരമായിട്ട് ചോദിക്കാറ്. അതുപോലെ തന്നെ പ്രയോറിറ്റി റൂൾസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫാമിലി ക്യാരക്ടേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് ബോട്ടണി, എത്തനോ ബോട്ടണി, സ്റ്റെയിൻസ്, ഫിക്സേറ്റീവ്സ് ആസ് വെൽ ആസ് ലോക്കലൈസേഷൻ ഓഫ് ബയോമോളിക്യൂൾസ്. ഇവിടെ നമ്മൾ ലോക്കലൈസേഷൻ എന്ന് പറയാൻ നേരത്ത് കാർബോഹൈഡ്രേറ്റ് ലോക്കലൈസേഷൻ, പാസ് മെത്തേഡ്, ലിപ്പിഡ് സുഡാൻ ബ്ലാക്ക് ബി മെത്തേഡ്, പ്രോട്ടീന്റെ കൊമാസീവ് ബ്രില്യൻറ്റ് ബ്ലൂ, അതുപോലെ തന്നെ ലോക്കലൈസേഷൻ ഓഫ് പെറോക്സിഡേസ്, അത് നമ്മൾ ഹൈഡ്രജൻ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. മൈക്രോസ്കോപ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ്. വാസ്കുലാർ സ്ട്രക്ചർ, നമ്മുടെ മെറിസ്റ്റം, അതുപോലെ തന്നെ സിമ്പിൾ ആൻഡ് കോംപ്ലക്സ് ടിഷ്യൂ ഇസ് ഇമ്പോർട്ടൻറ്റ്. അനോമലസ് സെക്കൻഡറി തിക്കനിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും അനോമലസ് സെക്കൻഡറി തിക്കനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ, പിന്നെ എംബ്രിയോസാക് ഡെവലപ്മെന്റ് ആൻഡ് ടൈപ്പ് ഓഫ് ഓവ്യൂൾസ്, ടൈപ്പ് ഓഫ് എംബ്രിയോസാക്, പാലിനോളജി, പോളൻ അലർജി ആൻഡ് സ്ട്രക്ചർ ഓഫ് പോളൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പാലിനോളജിയിൽ തന്നെ നമ്മുടെ സ്ട്രക്ചർ ഓഫ് പോളൻ ഗ്രെയിൻസ് വരുന്നതാണ്. ആൻഡ് ഓൾ ദീസ് തിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ വേഗം ബ്രഷപ്പ് ചെയ്ത് ഈ ഒരു ഏരിയാസ് നോക്കി പോവുക. നൗ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഈ ഇമ്പോർട്ടന്റ് ഏരിയസിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. A duplicate of holotype is a neotype, paratype, leptotype or isotype. നമുക്ക് ഹോളോടൈപ്പ് എന്താണെന്ന് അറിയാം. ബേസിക്കലി ഹോളോടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് സ്പെസിമെൻ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പബ്ലിഷ് ചെയ്യണം. ഒരു ന്യൂ പ്ലാന്റ് ആണെന്ന് വിചാരിക്കുക. അതിനെ പബ്ലിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന റെഫറൻസ് മെറ്റീരിയലിനെയാണ് ഹോളോടൈപ്പ് എന്ന് പറയുന്നത്. ഈ ഹോളോടൈപ്പ് ജനറലി ഇറ്റ് ഇസ് എ ഹെർബേറിയം. അപ്പൊ നമ്മൾ ഈ ഹോളോടൈപ്പ് ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ടൈമിലായിരിക്കും കളക്ട് ചെയ്തിരിക്കുന്നത്. ആ കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ഹോളോടൈപ്പിന്റെ മൾട്ടിപ്പിൾ കോപ്പീസും നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് നോൺ ആസ് ദി ഡ്യൂപ്ലിക്കേറ്റ്സ്. ആ ഡ്യൂപ്ലിക്കേറ്റ്സിനെ പറയുന്ന പേരാണ് ഐസോടൈപ്പ്. സോ ദ isotype is the duplicate of holotype. Answer option D ആണ്. അടുത്തത് syngenesious andrecium is a characteristic feature of Polygalaceae, Malvaceae, Asteraceae, Rubiaceae. അപ്പൊ what is syngenesious anther? നമ്മൾ ആന്തർ എടുത്തു കഴിഞ്ഞാൽ syngenesious andrecium എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൻഡ്രീഷ്യത്തിന്റെ ആന്തർലോബുകൾ ഫ്യൂസ് ചെയ്തിട്ട് ഫിലമെന്റുകൾ ഫ്രീ ആയിരിക്കുന്ന കണ്ടീഷനെയാണ് syngenesious anther എന്ന് പറയുന്നത്. And this condition is a key characteristic of Asteraceae family. Option C, Asteraceae ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, the inflorescence in Caesalpinia is. Caesalpinia'യുടെ ഇൻഫ്ലോറസൻസ് ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ ബി, കോറിംബ്. കോറിംബ് ആണ് നമ്മുടെ Caesalpinia'യുടെ ഇൻഫ്ലോറസൻസ്. അടുത്തത് ടൈലോസിസ് ആർ അസോസിയേറ്റഡ് വിത്ത്. ടൈലോസിസ് ബേസിക്കലി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ
സൈലം പാരൻകൈമയിൽ കാണുന്ന സർട്ടൻ ഔട്ട്ഗ്രോത്ത് ആണ്. സൈലം പാരൻകൈമ സെൽസിന്റെ ഔട്ട്ഗ്രോത്ത് ആണ്. ആൻഡ് ഈ ഔട്ട്ഗ്രോത്ത് എന്താ ചെയ്യുന്നേ? അത് വളർന്നിട്ട് നമ്മുടെ സൈലം വെസൽസിനെ കവർ ചെയ്ത് വരും. The xylem parenchyma outgrowth grow and covers the vessels. അടുത്ത വെസൽസിന്റെ ലൂമൻ വന്നിട്ട് കവർ ചെയ്ത് കളയും. എന്തിനാന്ന് വെച്ചാൽ ഇതിലൂടെ പോകുന്ന സാധനങ്ങൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സൈലത്തിലൂടെ പോകുന്ന വാട്ടർ കണ്ടന്റിനെയൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ്? ഇതിലൂടെ എൻ്റർ ചെയ്യുന്ന പാത്തജൻ പിന്നീട് പ്ലാന്റിന്റെ മറ്റ് പാർട്സിലേക്കും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈലം പാരൻകൈമ സർട്ടൻ ഔട്ട്ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഔട്ട്ഗ്രോത്ത് എന്താ ചെയ്യുന്നത്? നമ്മുടെ സൈലം വെസൽസിനെ വന്നിട്ട് ബ്ലോക്ക് ചെയ്യും അല്ലെങ്കിൽ കവർ ചെയ്യും. ദാറ്റ് പ്രിവെന്റ്സ് ദി സ്പ്രെഡ് ഓഫ് പാത്തജൻ ത്രൂ ദി വുഡ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ടൈലോസിസ് ഏത് സെൽസ് ആയിട്ടാണ് അസോസിയേഷൻ കാണിക്കുന്നത്? വെസൽസ് ഓഫ് സെക്കൻഡറി സൈലം. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാമിലി ക്യാരക്ടറും അതുപോലെ തന്നെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, name the family which possess the following features such as gigantic trees with abundant resin, coriaceous leaf, flower actinomorphic, hermaphrodite, hypogynous. Sepals 5, polycephalous and persistent. Petals 5, polypetalous. Stamens many in 1 to several whorls, slightly polyandrous. Carpels 3. Syncarpus, superior ovary. Fruit is a samara and that enclosed in persistent sepals. നമുക്ക് ഇവിടെ കുറച്ച് കീ ക്യാരക്ടർ തന്നിട്ടുണ്ട്. ആദ്യത്തത് gigantic trees, അതുപോലെ തന്നെ abundant resins and fruit is a samara. ഈ മൂന്ന് ക്യാരക്ടറും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഫാമിലി ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് നത്തിങ് ബട്ട് ഡിപ്റ്റിറോകാർപ്പേസിയ ഫാമിലി. ഡിപ്റ്റിറോകാർപ്പേസിയയിലാണ് ജയന്റ് ട്രീസ് ദാറ്റ് സ്റ്റോർ ലാർജ് നമ്പർ ഓഫ് റെസിൻ ആൻഡ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു വിങ്ഡ് സമാറ ആയിരിക്കും. അപ്പോൾ ഡിപ്റ്റിറോകാർപ്പേസിയ ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത് മാച്ച് ദ മോർഫോളജി ഓഫ് ദി യൂസ്ഫുൾ പാർട്ട് വിത്ത് ദി പ്ലാന്റ്. അപ്പൊ എക്കണോമിക് ബോട്ടണി ആണ്. അപ്പൊ മോർഫോളജിയും തന്നിട്ടുണ്ട്, ഏതാണ് നമ്മൾ അതിൽ നിന്നും യൂസ്ഫുൾ ആയിട്ട് വരുന്ന പാർട്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തത് മെറിസ്റ്റിക്ക ഫ്രാഗ്നൻസ്. മെറിസ്റ്റിക്ക ഫ്രാഗ്നൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ട്മെഗ് ആണ്. അപ്പൊ നമുക്ക് നട്ട്മെഗിൽ യൂസ് ചെയ്യുന്നത് ഫ്ലഷി ഏറിൽസ് ആണ്. സോ എ മാച്ച് വിത്ത് 2. അടുത്തത് വിഗ്ന യുഗ്നിക്കുലേറ്റ, അത് നമ്മുടെ പയറാണ്. പയറിൽ നമ്മൾ യൂസ്ഫുൾ ആയിട്ട് വരുന്നത് കോട്ട്ലിഡൻ ആണ്. സോ 1 ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് കൊർക്കോറസ് ക്യാപ്സുലാരിസ്. കൊർക്കോറസ് ക്യാപ്സുലാരിസ് ഇസ് നത്തിങ് ബട്ട് ചണം. അപ്പം നമ്മുടെ ചാക്കുനൂലൊക്കെ പോലത്തെ നൂലുകൾ ഫൈബേഴ്സ് എക്സ്ട്രാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ദിസ് ഫൈബർ ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ഫ്ലോയം ഫൈബർ ഓഫ് കൊർക്കോറസ് ക്യാപ്സുലാരിസ്. അപ്പൊ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. ഫെറുലിയ എസഫോയിറ്റിഡ ഇസ് നത്തിങ് ബട്ട് നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്ന കായം. അപ്പോൾ ദാറ്റ് ഇസ് എൻ ഒലിയോ റെസീൻ, ഒലിയോ ഗം റെസീൻ ആണ്. ആൻഡ് ഹിയർ ഓപ്ഷൻ 3 ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ നോർമൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എ മാച്ച് ചെയ്യുന്നത് നമ്മുടെ 2 ആയിട്ടാണ്. എ മാച്ചസ് വിത്ത് 2, ബി മാച്ചസ് വിത്ത് 1 ആൻഡ് സി വിത്ത് 4 ആൻഡ് ഡി വിത്ത് 3. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കറക്റ്റ് മാച്ചസ് ഗിവൺ ബൈ ദി ഓപ്ഷൻ സി. അടുത്തത് നമ്മുടെ ലോക്കലൈസേഷൻ ഓഫ് ബയോമോളിക്യൂൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും എംബ്രിയോസാക് ടൈപ്പിന്റെ ഒരു ക്വസ്റ്റ്യനുമാണ്. ഈ 2 ക്വസ്റ്റ്യനും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ആൻഡ് ഫൈൻഡ് ദി ആൻസർ ഫോർ ദീസ് 2 ക്വസ്റ്റ്യൻസ്. അടുത്തത് നമ്മുടെ യൂണിറ്റ് 3 ആണ്. യൂണിറ്റ് 3 is ഫങ്ഷണൽ പ്ലാന്റ് ബയോളജി ആൻഡ് അനാലിസിസ് പ്ലാന്റ് ഫിസിയോളജി. ഇവിടുത്തെ എക്സ്പെക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് നൈട്രജൻ മെറ്റബോളിസം, മിനറൽ ഡെഫിഷ്യൻസി, അതുപോലെ ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ ആൻഡ് ഫോട്ടോ റെസ്പിറേഷൻ, ഫ്ലോറൽ ജെനറ്റിക്സ്, ഫൈറ്റോ ഹോർമോൺസ്, പിന്നെ ബയോ കെമിസ്ട്രിയിൽ വരുമ്പോൾ എൻസൈംസ്, കാർബോഹൈഡ്രേറ്റ്സ്, അമിനോ ആസിഡ്സ്, ലിപ്പിഡ്സ് ആൻഡ് വിറ്റമിൻസ്. എല്ലാത്തിന്റെയും ബ്രീഫ് സ്റ്റഡി മതി. എൻസൈം ആകുമ്പോൾ നമ്മുടെ മൈക്ലീസ് മെന്റന്റെ ഇക്വേഷൻ, ലിൻവീവർ ബർക്ക് പ്ലോട്ട്, കോമ്പറ്റേറ്റീവ്, അൺകോമ്പറ്റേറ്റീവ് ആൻഡ് നോൺ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷന്റെ വിമാക്സ് ആൻഡ് കെ എം ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുക. അടുത്തത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ്സിൽ നമ്മുടെ എനാൻഷിയോമേഴ്സ്, എപ്പിമേഴ്സ്, അതുപോലെ സ്റ്റീരിയോ ഐസോമേഴ്സ്, കൈറാൽ കാർബൺ, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതിയാവും.
ആൻഡ് along with that നമ്മുടെ ഡൈസാക്കറൈഡ്സും പോളിസാക്കറൈഡ്സിന്റെയും ലിങ്കേജ് ബോണ്ടുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കി പോവുക. അമിനോ ആസിഡ്സ് ആർ ഇമ്പോർട്ടൻറ്റ്, ലിപ്പിഡ്സ് ആർ ഓൾസോ കൺസിഡേർഡ് ടു ബി ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് മച്ച് ആസ് എൻസൈംസ്, കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് വൈറ്റമിൻസ്. വൈറ്റമിൻസിൽ എല്ലാ വൈറ്റമിൻസിന്റെയും ഡെഫിഷ്യൻസി വിത്ത് ദെയർ സയന്റിഫിക് നെയിമും നോട്ട് ചെയ്ത് പോവുക. ബയോഫിസിക്സിൽ മൈക്രോസ്കോപ്പി, ഇലക്ട്രോഫോറസിസ്, കളറിമെട്രി, ക്രോമാറ്റോഗ്രഫി, ഈ പറയുന്ന ടെക്നീക്സിന്റെ പ്രിൻസിപ്പിൾസ് നല്ല thorough ആയിട്ട് പഠിച്ചിട്ട് പോവുക. ആൻഡ് ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ നമുക്ക് ജസ്റ്റ് വെരി സിമ്പിൾ കൈൻഡ് ഓഫ് പ്രോബ്ലംസ്, 4 നമ്പേഴ്സ് 2, 5, 6 എന്ന് തന്നിട്ട് ഫൈൻഡ് ദ മീൻ, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസോ അല്ലെങ്കിൽ ഫൈൻഡ് ദ ഫോർമുലാസോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. യൂണിറ്റ് 3യിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡ്യൂറിങ് C2 ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ വിച്ച് ഓഫ് ദി ഫോളോയിങ് മെറ്റബോളൈറ്റ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഫ്രം ക്ലോറോപ്ലാസ്റ്റ് ടു പെറോക്സിസോം. നമ്മുടെ C2 സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ C2 സൈക്കിളില് റുബിസ്കോയുടെ ആക്ടിവിറ്റി എന്താന്ന് വെച്ചാൽ ഓക്സിജനേസ് ആക്ടിവിറ്റിയാണ്. റുബിസ്കോ ഓക്സിജനേസ് ആക്ടിവിറ്റിയാണ് നടത്തുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റേബിൾ കാർബൺ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ് ഇവിടെ ഫിക്സ് ചെയ്യപ്പെടുന്നത്. ദാറ്റ് ഇസ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റ്. ക്ലോറോപ്ലാസ്റ്റിലാണ് നടക്കുന്നത്. നമ്മുടെ റുബിസ്കോ ഓക്സിജനേസ് ആക്ടിവിറ്റി കാരണം കാർബൺ ഡയോക്സൈഡ് ഫിക്സ് ചെയ്തത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ്. ആ 2 കാർബൺ കോമ്പൗണ്ട് ആണ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റ്. ഈ ഫോസ്ഫോഗ്ലൈക്കോലേറ്റിനെ പിന്നെ ഡീഫോസ്ഫോറൈലേറ്റ് ചെയ്തതിന് ശേഷം അവിടെ ഗ്ലൈക്കോലേറ്റ് ഫോം ചെയ്യുന്നു. ഡിഫോസ്ഫോറൈലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ എടുത്ത് കളയും, ഗ്ലൈക്കോലേറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ഗ്ലൈക്കോലേറ്റും ക്ലോറോപ്ലാസ്റ്റിലാണ് ഫോം ചെയ്യുന്നത്. ക്ലോറോപ്ലാസ്റ്റിൽ ഫോം ചെയ്ത ഈ ഗ്ലൈക്കോലേറ്റിനെ പിന്നീട് പെറോക്സിസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പെറോക്സിസോമിൽ glycolate is converted into glyoxylate, പിന്നീട് ഗ്ലൈസീൻ, ആൻഡ് ദെൻ ഗ്ലൈസീൻ is transferred into മൈറ്റോകോൺഡ്രിയ. അപ്പോ പിന്നീട് അങ്ങനെ സൈക്കിൾ കണ്ടിന്യൂസ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ക്ലോറോപ്ലാസ്റ്റിൽ നിന്നും പെറോക്സിസോമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ആരെയാണ്? ദാറ്റ് ഇസ് ഗ്ലൈക്കോലേറ്റ്. ഓപ്ഷൻ ഡി, ഗ്ലൈക്കോലേറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ഇനി അടുത്തത്, ദ ഇന്റഗ്രൽ പ്രോട്ടീൻ കോംപ്ലക്സ് സൈറ്റോക്രോം B6F complex which connect photosystem 1 and photosystem 2 in plant is known as. അപ്പൊ നമ്മുടെ സൈറ്റോക്രോം B6F എന്ന് പറഞ്ഞാൽ എന്നാ? അത് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിനിൽ കാണുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. അപ്പോ അതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫോട്ടോസിസ്റ്റം 2നെയും ഫോട്ടോസിസ്റ്റം 1നെയും കണക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ കോംപ്ലക്സ് ആണ്. അപ്പൊ ഇത് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വയ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. അപ്പോ നമ്മളുടെ ഈ സൈറ്റോക്രോം B6Fന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് കണ്ടെയ്ൻ 2Fe 2S സെന്റർ. 2Fe 2S സെന്റർ പ്രസന്റ് ആണ്. ദിസ് ഇസ് വെരി എസെൻഷ്യൽ ഫോർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ. ഈ 2Fe 2S സെന്ററിനെയാണ് നമ്മൾ പറയുന്നത് റിസ്കി അയൺ സൾഫർ പ്രോട്ടീൻ. ഹെൻസ് cytochrome B6F complex can also be called as risky center. Option C is the correct answer. ഇനി അടുത്തത്, cadastral genes are a class of genes involved in. cadastral gene basically flower developmentനാണ് വരുന്നത്. ഫ്ലോറൽ ഐഡന്റിറ്റി ജീനിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജീനാണ് cadastral gene. So it comes in floral development. Option B ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈറ്റോ ഹോർമോൺ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഫൈറ്റോ ഹോർമോണിൻ്റെ ഒരു ക്വസ്റ്റ്യൻ എങ്കിലും ഉണ്ടാകാറുണ്ട്. അപ്പം നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ദ ഫൈറ്റോ ഹോർമോൺ ദാറ്റ് ഇൻഡ്യൂസ് സൊമാറ്റൽ ക്ലോഷർ ഇൻ പ്ലാന്റ് ഇസ് അബ്സസിക് ആസിഡ്. ABA ആണ് പ്ലാന്റിൽ സൊമാറ്റയുടെ ക്ലോഷർ ആൻഡ് ഓപ്പണിങ്ങിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അടുത്തത് നമ്മൾ ബയോകെമിസ്ട്രിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് എൻസൈം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ഇൻ എ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഓഫ് എൻസൈം കറ്റാലിസിസ് റിയാക്ഷൻ. അപ്പോൾ എൻസൈം കറ്റാലിസിസ് റിയാക്ഷനായ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ Vmaxൻ്റെയും KMൻ്റെയും കണ്ടീഷനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷനിൽ Vmax നോർമലും KM ഇൻക്രീസും അങ്ങനെ ഒരു കണ്ടീഷനാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന പോർഷനിൽ നിന്നാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് സിമ്പിൾ ഷുഗർ പെയർ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് എപ്പിമർ. എപ്പിമർ എന്ന് പറയുമ്പോൾ
ബേസിക്കലി ദേ ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല. പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത് എന്താണ്? OHൻ്റെയും എച്ചിൻ്റെയും പൊസിഷനാണ്. ഏതെങ്കിലും ഒരു പൊസിഷനിൽ OH ആൻഡ് എച്ചിൽ വേരിയേഷൻ ഉണ്ടാകും. അവരുടെ ലൊക്കേഷൻ അല്ലെങ്കിൽ പൊസിഷനിൽ വരുന്ന വേരിയേഷൻ ആണ്. അപ്പോൾ എപ്പീമറിൻ്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ് ആണ്. അടുത്തത് നമ്മൾ ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ടൈപ്പ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വിച്ച് ഡീൽസ് വിത്ത് മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഈവൻറ്റ് ഹാവിങ് ഡിഫറെൻറ്റ് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ടി ഡിസ്ട്രിബ്യൂഷൻ. ടി ടെസ്റ്റിലാണ് ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ അതേപോലെ മൾട്ടിപ്പിൾ ലെവൽസ് ഓഫ് ഈവൻറ്റ് അറ്റ് എ ടൈം നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് ഹോർമോൺ GA3 ബേസ്ഡ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നമ്മുടെ നൈട്രജനേസ് ആക്ടിവിറ്റി, അതായത് നൈട്രജനേസ് എൻസൈമിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും സോൾവ് ചെയ്യാം കേട്ടോ. അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫൈൻഡ് ദി ആൻസർ. അടുത്ത യൂണിറ്റ് ആണ് യൂണിറ്റ് 4, മോളിക്കുലാർ സെൽ ബയോളജി ആൻഡ് ഹെറിഡിറ്റി. സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു ടോപ്പിക് അല്ല. എന്നാലും അതിൽ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഏരിയാസ് എന്ന് പറയുമ്പോൾ സെൽ ഓർഗനൽസ് ആണ്. സെൽ ഓർഗനൽസിൻ്റെ ഫംഗ്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഏത് ഓർഗനലാണ് ഈ ഫംഗ്ഷൻ ചെയ്യുന്നത്, അങ്ങനെ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് വരാം. സെൽ സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ DNA റെപ്ലിക്കേഷൻ, DNA റിപ്പയർ, ട്രാൻസ്ലേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ജെനറ്റിക്സിലേക്ക് കിടക്കുമ്പോൾ ബേസിക് ജെനറ്റിക്സ്, മെൻഡലിൻ്റെ ബേസിക് ജെനറ്റിക്സും അതേപോലെ എക്സ്റ്റെൻഷൻ ഓഫ് മെൻഡലിസം ആൻഡ് പോപ്പുലേഷൻ ജെനറ്റിക്സ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെൽ ഓർഗനൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ പല ഓർഗനലും അതിൻ്റെ ഫംഗ്ഷനും ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിട്ടുള്ളത്. ഗോൾജി കോംപ്ലക്സ് ഇസ് ഇൻവോൾവ് ഇൻ സ്റ്റോറേജ് ഓഫ് സിന്തറ്റിക് പ്രോട്ടീൻ. അപ്പോൾ നമ്മുടെ എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലത്തിൽ നിന്നും റിഫൈൻഡ് ആയിട്ട് വരുന്ന പ്രോട്ടീനുകളെ സ്റ്റോർ ചെയ്യുകയും അതേപോലെ ആ പ്രോട്ടീനുകളെ മറ്റ് ഓർഗനൽസിലേക്കും സെൻഡ് ചെയ്യുന്ന ഒരു ഓർഗനലാണ് ഗോൾജി കോംപ്ലക്സ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ബീറ്റ ഓക്സിഡേഷൻ ഓഫ് ഫാറ്റി ആസിഡ് ഒക്കർ ഇൻ മൈറ്റോകോൺട്രിയ. അപ്പം ബീറ്റ ഓക്സിഡേഷൻ്റെ സൈറ്റ് മൈറ്റോകോൺട്രിയയാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫാറ്റി ആസിഡിൻ്റെ ബീറ്റ ഓക്സിഡേഷൻ നടക്കുന്നത്. സോ ആ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ്. ലൈസോസോം ആക്ട് ആസ് സ്റ്റോർ ഹൗസ് ഓഫ് ഹൈഡ്രോലൈറ്റിക് എൻസൈം. ലൈസോസോമിനെ സൂയിസൈഡ് ബാഗ് എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻ മെനി ഹൈഡ്രോലൈറ്റിക് എൻസൈം. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് വാക്യൂൾ ആക്ട് ആസ് ഓസ്മോ റെഗുലേറ്ററി സ്ട്രക്ചർ ഇൻ എ സെൽ. അപ്പോൾ നമ്മുടെ സെല്ലിലെ വാക്യൂൾ എന്താണ്? അതിൽ ബേസിക്കലി വാട്ടർ കണ്ടൻ്റ് ആണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത്? സെല്ലിൻ്റെ ഓസ്മോട്ടിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ വാക്യൂളിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഓസ്മോ റെഗുലേറ്ററി ആണ്. അപ്പോൾ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ ട്രൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ആൻഡ് 4 ആർ കറക്റ്റ്. ഇനി അടുത്തത് സെൽ സൈക്കിൾ എന്ന ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ് എൻഷുർ ദാറ്റ് ഈച്ച് ഓഫ് ദി വേരിയസ് ഇവൻറ്റ് ദാറ്റ് മേക്ക് അപ്പ് ദ സെൽ സൈക്കിൾ occur accurately and in proper order. Checkpoint are surveillance mechanism that halt the progress of cell cycle. അപ്പോൾ സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ there are basically different cell cycle check points. അപ്പോൾ ഓരോ നമ്മളുടെ ഓരോ ഇവൻറ്റും നടക്കുന്നതിന് മുമ്പ് അതിൽ വേണ്ട പ്രോട്ടീൻസും അതിന് വേണ്ട എൻസൈംസും അതേപോലെ ഇപ്പോൾ നമുക്ക് DNA റെപ്ലിക്കേഷൻ ആണെങ്കിൽ അതിൽ വല്ല ഡാമേജ് ഉണ്ടോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്ന ഓരോ ഇവൻറ്റുകളാണ് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അടുത്ത ഫേസിലേക്ക് പോകത്തില്ല. അപ്പോൾ ഈ പറയുന്ന സെൽ സൈക്കിൾ ചെക്ക് പോയിൻ്റ് എന്ന് പറയുന്നത് എപ്പോഴൊക്കെയാണ് ഹോൾട്ട് ചെയ്യുന്നത്, എവിടെയൊക്കെ വെച്ചിട്ടാണ് ഹോൾട്ട് ചെയ്യുന്നത്? ക്രോമോസോമൽ DNA ഡാമേജ് ഉണ്ടെങ്കിൽ സെൽ സൈക്കിൾ ചെക്ക് പോയിൻ്റ് അവിടെ വെച്ച് ഹോൾട്ട് ചെയ്യും. അതിനുശേഷം DNA റിപ്പയർ ചെയ്തതിന് ശേഷമാണ് അടുത്ത ഫേസിലേക്ക് പോകത്തുള്ളൂ. ഇനി അടുത്തത് DNA റെപ്ലിക്കേഷൻ ഡ്യൂറിങ് S phase ഹാസ് നോട്ട് ബീൻ പ്രോപ്പർലി ഡൺ അല്ലെങ്കിൽ പ്രോപ്പർലി കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മുടെ S phase എന്ന് പറയുമ്പോൾ സിന്തറ്റിക് ഫേസ് ആണ്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് DNA റെപ്ലിക്കേഷൻ നടക്കുന്നത്. DNA റെപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ അടുത്ത ഫേസിലേക്ക് മൂവ് ചെയ്യില്ല. ക്രോമസോം അലൈൻമെൻറ്റ് ഡ്യൂറിങ് M phase ഇസ് നോട്ട് കംപ്ലീറ്റ്. അപ്പം നമ്മുടെ മെറ്റാഫേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്രോമസോം അറേഞ്ച്മെൻ്റ് ഒക്കെ പ്രോപ്പറായിട്ട് നടന്നില്ല എങ്കിലും അവിടെ വെച്ചും ഈ പറയുന്ന സെൽ സൈക്കിൾ ഹോൾട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഓൾ ഓഫ് ദി 3 സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ. സോ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ഇസ് എ കറക്റ്റ് ആൻസർ. നൗ അടുത്തത് DNA റെപ്ലിക്കേഷനിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചൂസ് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് DNA റെപ്ലിക്കേഷൻ. അപ്പോൾ DNA റെപ്ലിക്കേഷൻ നടക്കുന്ന ഇവൻസിൻ്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റെക്കഗ്നീഷൻ ഓഫ് ഒറിജിൻ ഓഫ് ഇനീസിയേഷൻ പോയിൻ്റ് ആണ്. അപ്പോൾ ആദ്യം റെക്കഗ്നീഷൻ ഓഫ് ഇനീസിയേഷൻ അല്ലെങ്കിൽ DNA റെപ്ലിക്കേഷൻ ഇനീസിയേഷൻ പോയിൻ്റിൻ്റെ റെക്കഗ്നീഷൻ ആണ് ആദ്യം നടക്കുന്നത്.
അതിനുശേഷം ആ ഒരു ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ട് ഹെലിക്കേസ് എൻസൈം വന്നിട്ട് അൺവൈൻഡിങ് ചെയ്യും, അൺവൈൻഡിങ് ഓഫ് ഡബിൾ ഹെലിക്സ്. അതിനുശേഷം ആ ഷോർട്ട് RNA പ്രൈമർ വരും. അതിനുശേഷം DNA പോളിമറൈസ് എന്ത് ചെയ്യും, ലീഡിങ് സ്ട്രാൻഡിനെയും ലാഗിങ് സ്ട്രാൻഡിനെയും സിന്തസൈസ് ചെയ്യും. സോ ദ കറക്റ്റ് ഓർഡർ ഇസ് recognition of origin of initiation point, unwinding double helix, RNA priming and synthesis of leading and lagging strand. So the answer is option A. Now അടുത്ത ക്വസ്റ്റ്യൻ ജനറ്റിക്സിൽ നിന്നാണ്. Beside monohybrid crosses and dihybrid crosses, Mendel performed test cross also. A test cross എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾക്കൊരു ഇൻഡിവിജ്വൽ ഉണ്ട്, അതിൻ്റെ ജീനോടൈപ്പ് എന്താണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ജീനോടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കംപ്ലീറ്റ്ലി റെസസീവ് ആയിട്ടുള്ള ഒരു പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ മേറ്റിംഗ് ഓഫ് ആൻ ഇൻകംപ്ലീറ്റ്ലി നോൺ ജീനോടൈപ്പ് ടു എ ജീനോടൈപ്പ് വിച്ച് ഇസ് ഹോമോസൈഗസ് റെസസീവ് അറ്റ് ഓൾ ദ ലോക്കസ് അണ്ടർ കൺസിഡറേഷൻ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എല്ലാ ലോക്കസിലും ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ വെച്ചിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഫാക്ടർ എഫക്റ്റിംഗ് ചേഞ്ച് ഇൻ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം? ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അതായത് പോപ്പുലേഷൻ ജനറ്റിക്സ്. അപ്പോൾ ഏതൊക്കെ ഫാക്ടറാണ് ഈ പറയുന്ന ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിനെ എഫക്റ്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മ്യൂട്ടേഷൻ എന്ത് ചെയ്യുന്നു? ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിൽ ഓൾട്ടറേഷൻ വരുത്തുന്നുണ്ട്. അതേപോലെ തന്നെ മൈഗ്രേഷനും ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയത്തിൽ ഓൾട്ടറേഷൻ വരുത്തുന്നുണ്ട്. സെലക്ഷൻ ഓൾസോ മേക്സ് ചേഞ്ച് ഇൻ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം. റാൻഡം മീറ്റിംഗ് ആണ്, ദാറ്റ് ഇസ് എ ഫാക്ടർ ദാറ്റ് ഡു നോട്ട് എഫക്റ്റ് ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി, റാൻഡം മീറ്റിംഗ്. അടുത്തത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് CSIR ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ആഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യനിൽ DNA റെപ്ലിക്കേഷൻ, പ്രോട്ടീൻ സിന്തസിസ്, അതേപോലെ ട്രാൻസ്ക്രിപ്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തത് DNA സ്ട്രക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തത് നമ്മുടെ പോപ്പുലേഷൻ ജനറ്റിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ ഓപ്ഷനിൽ ഡിഫറൻസ് ഉണ്ടെന്നുള്ളൂ. മ്യൂട്ടേഷൻ, റാൻഡം മീറ്റിംഗ്, മൈഗ്രേഷൻ ആൻഡ് സെലക്ഷൻ ആണ് കഴിഞ്ഞ സ്ലൈഡിലെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ നമ്മൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മ്യൂട്ടേഷൻ, റാൻഡം മീറ്റിംഗ്, ജനറ്റിക് ഡ്രിഫ്റ്റ് ആൻഡ് നാച്ചുറൽ സെലക്ഷൻ ആണ്. ആൻഡ് ഇതിൽ വരുമ്പോൾ ആൻസർ റാൻഡം മീറ്റിംഗ് തന്നെയാണ്. ദാറ്റ് ഇസ് വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് കോൺട്രിബ്യൂട്ട് ഫോർ മൈക്രോ എവല്യൂഷണറി ചേഞ്ച്. അതായത് നമ്മുടെ ഹാർഡി-വീൻബർഗ് ഇക്വിലിബ്രിയം ഫോളോ ചെയ്യുന്ന കാര്യം തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഇസ് റാൻഡം മീറ്റിംഗ്. അടുത്തത് യൂണിറ്റ് 5 എക്കോളജി ആൻഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഏരിയാസ് എന്ന് പറയുന്നത് എക്കോളജിക്കൽ സക്സഷൻ, എക്കോസിസ്റ്റം പ്രൊഡക്ടിവിറ്റി, പോപ്പുലേഷൻ ക്യാരക്ടർ, ബയോംസ് ആൻഡ് ബയോസ്ഫിയർ ക്യാരക്ടറിസ്റ്റിക്സ്. ബയോഡൈവേഴ്സിറ്റിയിൽ സ്പീഷീസ് ആൻഡ് എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി, ആൽഫ, ബീറ്റ, ഗാമ ഡൈവേഴ്സിറ്റി. എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് ഗ്ലോബൽ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് എവല്യൂഷനിൽ സ്പീസിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എക്കോളജി പാർട്ടിൽ നിന്നും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സക്സഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് കണക്റ്റഡ് വിത്ത് സക്സഷൻ ആൻഡ് സെലക്ട് ദി കറക്റ്റ് വൺ. അപ്പോൾ ആദ്യത്തതിൽ ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അപ്പോൾ സക്സഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തത് ദ ഷിഫ്റ്റ് ഓഫ് ന്യൂട്രിയൻ ഫ്രം ദി റിസർവയർ. അപ്പോൾ അവിടെ സർവൈവ് ചെയ്യുന്നവരെന്താ ചെയ്യുന്നത്? ആ റിസർവയറിൽ അല്ലെങ്കിൽ ഏത് സബ്സ്ട്രേറ്റത്തിലാണോ അവർ ജീവിക്കുന്നത് അവിടുത്തെ ന്യൂട്രിയൻറ്റിൻ്റെ എമൗണ്ട് കൂടും. അതായത് സർട്ടൻ എൻസൈം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ നോർമൽ ആക്ടിവിറ്റി കാരണം അവിടെ അവർ ജീവിക്കുന്ന ആ ഒരു പരിസരത്തെ ന്യൂട്രിയൻസിൻ്റെ റിസർവയർ കൂടും. ആൻഡ് ഇൻക്രീസ്ഡ് ഡൈവേഴ്സിറ്റി ഓഫ് ഓർഗാനിസം വിത്ത് ഇൻക്രീസ് ഇൻ നിഷ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ആ ലൊക്കാലിറ്റിയിൽ സക്സഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും അവിടുത്തെ ഡൈവേഴ്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. ആൻഡ് എ ഗ്രാജുവൽ ഡിക്ലൈൻ ഇൻ കോംപ്ലെക്സിറ്റി ഓഫ് ദി ഫുഡ് വെബ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓർഗാനിസത്തിൻ്റെ ഡൈവേഴ്സിറ്റി കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഫുഡ് വെബിൻ്റെ കോംപ്ലെക്സിറ്റി കൂടുകയാണ് ചെയ്യുന്നത്, ഡിക്ലൈൻ അല്ല ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ 1, 2, 3 ഇസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ സി 1, 2 ആൻഡ് 3 ഇസ് ദ കറക്റ്റ് ആൻസർ. നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് റോങ്. അടുത്ത ക്വസ്റ്റ്യൻ എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിൽ നിന്നാണ്. ദ പൊല്യൂട്ടൻറ്റ് ഗ്യാസ് വിച്ച് സ്ലോസ് ഡൗൺ അവർ റിഫ്ലെക്സ് ആൻഡ് മേക്ക് അസ് കൺഫ്യൂസ്ഡ് ആൻഡ് സ്ലീപ്പി. അങ്ങനെ റിഫ്ലെക്സിനെ
സ്ലോ ഡൗൺ ചെയ്യുന്നതും കൺഫ്യൂഷൻ അല്ലെങ്കിൽ സ്ലീപ്പി എന്ന് പറയുന്ന സിംറ്റംസ് ഒക്കെ വരുന്നത് ബേസിക്കലി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് കൂടുമ്പോഴാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പീപ്പിൾ ബിക്കം സ്ലോ ഡൗൺ ഇൻ റിഫ്ലെക്സ് ആൻഡ് കൺഫ്യൂസ്ഡ് ആൻഡ് സ്ലീപ്പി. ആൻഡ് നെക്സ്റ്റും ഈ പറയുന്ന എൻവയോൺമെൻറ്റൽ പൊല്യൂഷനിൽ നിന്നാണ് സെലക്ട് ദ പ്രൈമറി പൊല്യൂട്ടൻ ഫ്രം ദി ഫോളോയിങ്. കാർബൺ മോണോക്സൈഡ് ആണ് കറക്റ്റ് ആൻസർ. ഓൾ അതർ വൺ പാൻ, ആസിഡ് റെയിൻ, ഗ്രൗണ്ട് ലെവൽ ഓസോൺ എന്നൊക്കെ പറയുന്നത് സെക്കൻഡറി പൊല്യൂട്ടൻസ് ആണ്. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ദ പ്രൈമറി പൊല്യൂട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Large ecosystem having distinct type of vegetation and wildlife is known as a biome. Now, അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എവല്യൂഷനിൽ നിന്നാണ്. കണ്ടിന്യൂസ് പ്രോസസ് ബൈ വിച്ച് ലിവിങ് ഓർഗാനിസം ഹാവ് കം ടു ദെയർ പ്രസൻറ്റ് ഫോം ആൻഡ് ഫങ്ഷൻ ഇസ് ബൈ വാട്ട് ടൈപ്പ് ഓഫ് എവല്യൂഷൻ? എന്ത് ടൈപ്പ് ഓഫ് എവല്യൂഷനിലൂടെയാണ് ഇപ്പോഴത്തെ ലിവിങ് ഓർഗാനിസം ഇവോൾവ് ആയി വന്നത്? ദാറ്റ് ഈസ് പ്രോഗ്രസീവ് എവല്യൂഷൻ. ഓരോ പ്രോഗ്രസ് ആയിട്ടാണ് വന്നത്. അപ്പോൾ ദാറ്റ് ഇസ് എ പ്രോഗ്രസീവ് എവല്യൂഷൻ. ഓർഗാനിക് മാറ്ററിൽ നിന്നല്ല, ഇനോർഗാനിക് മോളിക്യൂളിൽ നിന്നല്ല, അതേപോലെ കോംപ്ലക്സ് ആയുള്ള സ്ട്രക്ചറിൽ നിന്നും സിംപിളർ ആയിട്ടുള്ള സ്ട്രക്ചർ വരുന്ന ടൈപ്പ് ഓഫ് എവല്യൂഷനുമല്ല. എന്താണ്? പ്രോഗ്രസീവ് എവല്യൂഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള സ്ട്രക്ചറിൽ നിന്ന് പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് പ്രോഗ്രസീവ് എവല്യൂഷൻ. പോപ്പുലേഷൻ എക്കോളജിയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതും വർക്കൗട്ട് ചെയ്യുക. ഇത് അപ്ലൈഡ് ബോട്ടണി എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത് ടിഷ്യൂ കൾച്ചർ, ക്രയോ പ്രിസർവേഷൻ, ബയോടെക്നോളജിക്കൽ ടെക്നിക്സ്, ബയോ ഇൻഫോർമാറ്റിക്സ്, വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, പ്ലാന്റ് ബ്രീഡേഴ്സ് റൈറ്റ്, നാഷണൽ ബയോഡൈവേഴ്സിറ്റി പോളിസി ആൻഡ് പ്ലാന്റ് ഡിസീസ് ആൻഡ് ദെയർ പാത്തജൻ. നമുക്കിനി ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതായത് പ്രീവിയസ് ഇയർ സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്ലാന്റ് ബ്രീഡിങ്ങിൽ നിന്നാണ്. എ കെമിക്കൽ മ്യൂട്ടജൻ യൂസ്ഡ് ഫോർ ബ്രീഡിങ്. അപ്പം അതിൽ EMS, UV, മെത്തിലിൻ ബ്ലൂ ആൻഡ് കൊബാൾട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ EMS ആണ് ആൻസർ. EMS ഇസ് ദ കെമിക്കൽ മ്യൂട്ടജൻ, ദാറ്റ് ഇസ് ഈഥൈൽ മീഥൈൽ സൾഫോണേറ്റ്. UV എന്ന് പറയുന്നത് ഫിസിക്കൽ മ്യൂട്ടജൻ്റ് ആണ്. മെത്തിലിൻ ബ്ലൂ ഇസ് എ ഡൈ ആൻഡ് കൊബാൾട്ട് ഇസ് എ മെറ്റൽ. ഇനി അടുത്തത് ഗോൾഡൻ റൈസ് ഇസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ് വെറൈറ്റി ഫോർ ദി ബയോസിന്തസിസ് ഓഫ്. ഇത് നമ്മളുടെ ടെക്നിക്സ് ആണ്. ബയോടെക്നോളജിക്കൽ ടെക്നിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് റൈസ് വെറൈറ്റി ആണ്. ആ റൈസ് വെറൈറ്റിക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അതിൽ എന്ത് ബയോസിന്തസിസ് നടക്കുന്നുണ്ട്? ബീറ്റ കെരോട്ടീൻ്റെ ബയോസിന്തസിസ് നടക്കുന്നുണ്ട്. വാട്ട് ഇസ് ബീറ്റ കെരോട്ടീൻ? ബീറ്റ കെരോട്ടീൻ ഇസ് എ പ്രിക്വസർ ഓഫ് വിറ്റമിൻ എ. അപ്പം ഗോൾഡൻ റൈസിൽ ബയോസിന്തസിസ് ഓഫ് ബീറ്റ കെരോട്ടീൻ ആണ് നടക്കുന്നത്. നൗ ആ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ് ഏതാണ്? ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ ആണ് മെഡ്ലൈൻ. മെഡ്ലൈൻ ഇസ് ദ ബിബ്ലിയോഗ്രാഫിക് ഡാറ്റാബേസ്. നെക്സ്റ്റ് നമുക്ക് ടിഷ്യൂ കൾച്ചർ ബേസ്ഡ് ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. സെലക്ട് ദ ഫോം ഓഫ് ടിഷ്യൂ കൾച്ചർ ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷൻ ഇൻ ബയോ റിയാക്ടേഴ്സ്. അപ്പോൾ ബയോ റിയാക്ടേഴ്സിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സ്യൂട്ട് ചെയ്യുന്ന ബെസ്റ്റ് ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാലസ് കൾച്ചർ ആൻഡ് സെൽ സസ്പെൻഷൻ കൾച്ചർ. സെൽ സസ്പെൻഷൻ കൾച്ചറും കാലസ് കൾച്ചറും ബേസിക്കലി സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ദാറ്റ് ടു ഇൻ ബയോ റിയാക്ടർ. നല്ല എഫക്റ്റീവായിട്ട് സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. സെൽ സസ്പെൻഷൻ കൾച്ചർ ആൻഡ് ഹെയറി റൂട്ട് കൾച്ചറും ബെസ്റ്റ് വേ ഓഫ് പ്രൊഡ്യൂസിങ് സെക്കൻഡറി മെറ്റബോളൈറ്റ് ആണ്. കാലസ് കൾച്ചർ ആൻഡ് മൾട്ടിപ്പിൾ ഷൂട്ട്. കാലസ് കൾച്ചർ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. മൾട്ടിപ്പിൾ ഷൂട്ട് കൾച്ചറും ഇതേപോലെ സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷന് യൂസ് ചെയ്യാം. പക്ഷേ ഈ പറയുന്ന നമ്മുടെ ഹെയറി റൂട്ട് അതേപോലെ സെൽ സസ്പെൻഷൻ കൾച്ചർ ഓർ കാലസ് കൾച്ചർ പോലെ അത്രയ്ക്ക് എമൗണ്ട് ഓഫ് സെക്കൻഡറി മെറ്റബോളൈറ്റ് കിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. സോ നമ്മുടെ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്. വൈറൽ ഡിസീസസ് ഇൻ പ്ലാന്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ ഐസൊലേഷൻ, റോഗിങ്, ഫീൽഡ് സാനിറ്റേഷൻ. അപ്പോൾ ഈ പറയുന്ന 3 മെത്തേഡും വഴി നമുക്ക് വൈറൽ ഡിസീസസിനെ കൺട്രോൾ ചെയ്യാം. സോ ദ ആൻസർ ഇസ് ഓൾ ഓഫ് ദീസ്. ഇനി അടുത്തതാണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ഡിസീസ് കോസ്ഡ് ബൈ ആൽഗെ. ഫോൾസ് സ്മട്ട് ഓഫ് പാഡി. ഫോൾസ് സ്മട്ട് ഓഫ് പാഡി ബേസിക്കലി ഒരു ഫംഗൽ ഡിസീസാണ്. യൂസ്റ്റ് ലാഗോണിയുടെ വിരൻസ് ആണ് ഈ പറയുന്ന ഡിസീസ് കോസ് ചെയ്യുന്നത്. വേറസ് റെഡ് റസ്റ്റ് ഓഫ് ടീ എടുത്താലോ, ദാറ്റ് ഇസ് കോസ്ഡ് ബൈ ആൻ ആൽഗെ സെഫൽയൂറോസിസ്. ആൻഡ് കോഫി റസ്റ്റ് എന്ന് പറയുന്നത് ഹെമീലിയ വെസ്റ്റാട്രിക്സ് എന്ന് പറയുന്ന ഫംഗൽ ഡിസീസാണ്. യെല്ലോ വെയിൻ മൊസൈക്ക് ഓഫ് ലേഡീസ് ഫിംഗർ എന്ന് പറയുന്നത് യെല്ലോ വെയിൻ
മൊസൈക്ക് വൈറസ് ആണ് കോസ് ചെയ്യുന്നത്. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, റെഡ് റസ്റ്റ് ഓഫ് ടീ. ഇവിടെ 2 ടെക്നിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്ലൈഡ് ബയോടെക്നോളജിയിൽ നിന്നും. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസും നിങ്ങൾ അനലൈസ് ചെയ്യുക ആൻഡ് ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഇമ്പോർട്ടന്റ് ഏരിയാസ് ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ആ ഏരിയാസിൽ നിന്ന് വന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൊരു ഓവറോൾ ഐഡിയ കിട്ടിക്കാണും ഏതാണ് ഇമ്പോർട്ടന്റ് ഏരിയകൾ എന്നുള്ളത്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷന് എഫക്റ്റീവ് ആയിട്ടുള്ള ഏരിയകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഈ വരാനിരിക്കുന്ന സെറ്റ് എക്സാം തന്നെ എല്ലാവരും ക്വാളിഫൈ ചെയ്യട്ടെ ആൻഡ് അടുത്ത HSST നോട്ടിഫിക്കേഷൻ വരുമ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാനും സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്. God bless everyone. Thank you from TOS Academy.